അമ്മ വീട്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലേ അത് അരുണ മാത്രമായിരിക്കും. ഒരു ജോലി കൂലി ഇല്ലാത്തവനെ വിശ്വസിച്ചാണ് നീ ഇറങ്ങി പോവാൻ നിൽക്കുന്നത്. അത് ഞാൻ നോക്കിക്കോളാം. നീ ഒരു കാലത്ത് ഗുണം പിടിക്കൂല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മുടെ ഗ്യാങ്ങിലെ ഫസ്റ്റ് കല്യാണം, അപ്പൊ പാർട്ടി മറക്കണ്ട. താങ്ക് യു സർ. പറഞ്ഞ നിന്നേ ഫ്രണ്ടാണ്, ഇപ്പം കല്യാണം കഴിഞ്ഞത് ഉള്ളെന്നൊക്കെ അഖിലും എന്ന് പറഞ്ഞിട്ടാ ഇത്രയും കുറഞ്ഞ വാടക ഞാൻ ആ വീട് നിങ്ങൾക്ക് തന്നത്. ചേട്ടാ സാലറി എനിക്ക് ഈ ആഴ്ച തന്നെ കിട്ടും. അത് കിട്ടിയ ഉടനെ ഞാൻ തന്നോളാം. ഇന്ന് തരാം നാളെ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ മാസം 3 ആയി. എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ആ വീട് നിങ്ങൾക്ക് തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഒരാഴ്ച കൂടെ ഞാൻ തരും. അതിനിടയ്ക്ക് എൻ്റെ വാടക ഫുള്ള് തന്നോണം. നീ ഫ്രഷ് ആയിട്ടോ, ഞാൻ കഴിക്കെടുത്ത് വയ്ക്കും. ആര്യ, പൈസക്കൊക്കെ ഇപ്പം കുറച്ച് ടൈറ്റാണ്. എനിക്കിടുന്ന ഈ 10,000 രൂപ വെച്ചിട്ട് ഈ വീടിൻ്റെ റെൻറ്റും വീട്ടു ചിലവൊക്കെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നീയും കൂടെ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്താവും. ജോലിയാ? എന്ത് ജോലി? അതെ, നമ്മുടെ അമീഷ ബുട്ടീക്കല്ലേ, അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിക്ക് നിനക്കൊരു ജോലി പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഞാൻ മാസം തോറും ഷോപ്പ് ചെയ്യാൻ പോണ കടയിൽ തന്നെ ഞാനൊരു സെയിൽസ് ഗേളായിട്ട് നിൽക്കണോ അല്ലേ? ആര്യ, ഈ സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞാൽ അത്ര മോശം ജോലിയൊന്നുമല്ല. അതുപോലെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയല്ലേ, അല്ലാതെ എനിക്കിടുന്ന സാലറി കൊണ്ട് മാത്രം എങ്ങനെ കഴിയാനാണ്? നിന്റെ പറച്ചിലായിട്ട് തോന്നുന്നു നിന്റെ പൈസ കൊണ്ട് മാത്രമാണ് ഈ വീട്ടിലെ ചിലവൊക്കെ നടത്തിയത്. എന്റെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടന്ന് ഗോൾഡൊക്കെ വിറ്റ് തീർത്തിട്ട് ഞാനിനി ജോലിക്കും കൂടെ പോകണമായിരിക്കും. നിന്റെ ഗോൾഡ് വിറ്റിട്ടുണ്ടെങ്കിലേ അത് എനിക്ക് സൂഹിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, നിന്റെയും കൂടെ ആവശ്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ടായിരുന്നു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ തുക്കട ജോലിക്കൊന്നും പോയി എന്നെ കിട്ടൂല. ആര്യ, കഴിക്കാൻ നിലടുത്ത് വയ്ക്കും. ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഒന്നും ഉണ്ടാക്കിയില്ലെന്നാ നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞില്ലേ ഇതിനടുത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൂലെന്ന്? അല്ല, നിനക്കിവിടെ ഇതിന് മാത്രം മലമറിക്കുന്ന പണി എന്താ ഉള്ളത്? അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചൂടെ? എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ. ഇതൊക്കെ അറിഞ്ഞോണ്ട് തന്നെയല്ലോ നീ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. ഈ അറിഞ്ഞൂടാന്ന് പറഞ്ഞേ ഏത് സമയം ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നാണ് നിന്റെ വിചാരം? മര്യാദയ്ക്ക് വല്ലവർക്കും അച്ചുണ്ടാക്കാൻ പഠിച്ചോണം, അല്ലാതെ 3 നേരം വെട്ടി വഴുകി ഇവിടെ കയറി ഇരിക്കാനൊന്നും പറ്റാന്നില്ല. ആര്യ, ആര്യ, എന്താ? നീ ബസ്സിൽ നിന്ന് പൈസ വല്ലതും എടുത്തായിരുന്നോ? എടി എടുത്തോന്ന്. ആ, ഞാൻ എടുത്ത്. മറ്റന്നാൾ ജേനയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാ. എൻ്റെ കോളേജിലെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. ഇവിടെ കിടന്ന ഡ്രസ്സെല്ലാം അവിടെ ഇട്ടുണ്ടോ കൊള്ളാമോ? അതുകൊണ്ട് ഞാൻ പൈസ ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സ് വാങ്ങിച്ചതാ? 2000 രൂപയ്ക്കാ? അതിനകത്ത് അന്തവിടെ എന്തിരിക്കുന്നു? ഒരു നല്ല ഡ്രസ്സ് വാങ്ങണേ മിനിമം 2000 രൂപയിലാവും. എടി, ഈ മാസം സാലറി കൂടെ കിട്ടിയിട്ട് ഒരു 2 മാസം വാടക കൊടുക്കാൻ വേണ്ടി വച്ചിരുന്ന പൈസയാണ്. ഈ വീട്ടിൽ വന്ന് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാ നിന്റെ ഈ പ്രാരാധ പറച്ചില്. ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചെന്ന് പറഞ്ഞേ ആകാശം ഒടിഞ്ഞു വീഴാൻ പോണില്ല. എടി, ഒരു 5 രൂപയെങ്കിലും നീ ഇതുവരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലല്ലേ അതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2000 രൂപ ചുരിദാർ വാങ്ങിക്കാൻ പോയിക്കുന്നു. ഈ 2000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ നിനക്കറിയാമോ? കണ്ടോരിനൊക്കെ വായിരിക്കും കണ്ട് പട്ടിയെ പോലെ പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ് നീ കൊണ്ടേ തൊലച്ചത്. അരുൺ മതി. നിന്നെ കല്യാണം കഴിച്ചു വന്ന അന്ന് പോലും ഞാൻ കിടന്ന് നരയിക്കുക. ഒരു പെണ്ണിനെ പോലെ പോറ്റാൻ കഴിയാത്ത നീയൊക്കെ ഒരാണാണോ?
നിന്നെ വിശ്വസിച്ച് വീടും വീട്ടുകാരൊക്കെ വിട്ട് ഇറങ്ങി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതിന് നിന്നോട് ആര് പറഞ്ഞു വീടും വീട്ടുകാരെ കളയിട്ട് എന്നോട് ഇറങ്ങി വരാൻ? സത്യം പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിച്ചാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എങ്കിലേ ഞാനായിട്ട് എന്നെ തെറ്റി തിരുത്തി തരാം. അല്ലെങ്കിലും നിന്നെ പോലെ ഒരുത്തൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാനേ എനിക്ക് വയ്യ. ഞാനിന്റെ ഒരു നിമിഷമായി വീട്ടിൽ നിൽക്കില്ല. നീ എവിടെയെങ്കിലും ഇറങ്ങി പോടി, അങ്ങനെ എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടട്ടെ. നീ എന്ത് ധൈര്യത്തിലാ ഈ വീട്ടിൽ കയറി വന്നത്? ഞങ്ങളെ ദാനം കെടുത്തി ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയിട്ട് അവള് കയറി വന്നിരിക്കുന്നു. നീ എവിടെയെങ്കിലും പോയി തൊല, എനിക്കിങ്ങനെ ഒരു ബോളില്ല. നീ വാ. എടി നീ ഇങ്ങനെ കിടന്ന് കരയാതെ. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ നിങ്ങളുടെ കല്യാണം നടത്തി തന്നേ? ചന്ദ്രി, ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് ഞാനിൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ. കൊള്ളാം. കുറച്ചാൾ മുമ്പ് വീടും വീട്ടുകാരൊക്കെ വിട്ടെ അവനാ എല്ലാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ നിനക്ക് ഇപ്പൊ അവൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ അല്ലേ? അല്ല, നീ എന്താ വിചാരിച്ചേ? പ്രേമിച്ച് നടക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഒരുമിച്ച് ജീവിക്കാനെന്നോ? പല ലവ് മാരേജസും ഫെയിലർ ആവുന്നത് തന്നെ അവർക്ക് ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാ. നിങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാ. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തിടുക്കം കാണിച്ച നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെയാ പഠിത്തം പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ എടുത്തിയാടിയത്. നീ അരുണിന്റെ കാര്യം തന്നെ നോക്ക്. നിനക്ക് ഒരു കുറവും വരുത്തരുതെന്ന് വിചാരിച്ചിട്ടല്ലേ ഇഷ്ടമല്ലാത്ത ജോലിയായിട്ട് പോലും അവൻ ആ ഫാക്ടറി കിടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷെ നീയോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലും മനസ്സിലാക്കാതെയാ നീ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. പിന്നെ നിങ്ങളുടെ കുടുംബം നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി അരുണിന്റെ മാത്രമല്ല, അത് നിന്റെയും കൂടിയാ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളിങ്ങനെ തമ്മി തമ്മി കുറ്റം പറയുന്നത് നിർത്തിയിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ നോക്ക്. എങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഹലോ, ഇറങ്ങിയോ? ഞാൻ ഇപ്പൊ ഇറങ്ങാം. ഒരു മിനിറ്റ് ചേച്ചി, ഞാൻ ഇറങ്ങുവാണേ. അരുണെത്തി. ശരി. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കാലത്ത് പ്രേമിച്ച് നടക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നു. പ്രായത്തിൻ്റെ എടുത്തിയാട്ടത്തിൽ ഒരു ജോലിയോ സ്ഥിര വരുമാനമോ ഇല്ലാതെ കല്യാണം കഴിക്കുന്ന പല ബന്ധങ്ങളും തകർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് തന്നെയാണ്.
പിന്നെ വീട്ടുകാരെ ധിക്കരിച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ കല്യാണം കഴിക്കുന്നവർ ഒരു കാര്യവും എല്ലാ കാലത്തും ഇവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ആ തീരുമാനം ഒരിക്കലും ഒരു എടുത്തുചാട്ടത്തിലൂടെയാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് താങ്ക് യു. പ്രണയവിവാഹങ്ങളിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പ്രണയവിവാഹങ്ങൾ പക്വതയില്ലാത്ത പ്രായത്തിലെ എടുത്തുചാട്ടങ്ങളായി മാറാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.